ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഷവോമിയുടെ Civi 2 എന്ന സ്മാർട്ട് ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. 6.55 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന AMOLED പാനലാണ് ഈ ഒരു ഡിവൈസിൽ. 120 Hz റിഫ്രഷ് റേറ്റ്, അതോടൊപ്പം ഡോൾബി വിഷൻ, HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് സ്മാർട്ട് ഫോണിൽ. ഡിവൈസിൽ ഒരു പിൽ ഷേപ്ഡ് പഞ്ചോൾ കട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 89.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 402 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഈ ഒരു ഡിവൈസിലുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡിയുമാണ്, അലൂമിനിയം ഫ്രെയിമുമാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 172 ഗ്രാംസോളമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 7th ജനറേഷൻ 1 ചിപ്സെറ്റാണ്. 4nm ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള MIUI 13 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. ബേസിക്കലി ഈ ഒരു സ്മാർട്ട് ഫോൺ 3 വേരിയൻസിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. റാം വരുന്നത് 8GB അതോടൊപ്പം 12GB. ഇന്റേണൽ സ്റ്റോറേജ് 128GB 256GB വരുന്നുണ്ട്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ്. ക്യാമറയിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പ്രൈമറി 50 മെഗാപിക്സലിൻ്റെ സെൻസറാണ്, f1.8 അപ്പർച്ചർ. സെക്കൻഡറി ആയിട്ട് 20 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസും കൂടാതെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡുവൽ സെൽഫി ക്യാമറാസാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ വിത്ത് f2.0 അപ്പർച്ചർ, അതോടൊപ്പം 32 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. 4500 mAh ബാറ്ററിയാണ്, ഒപ്പം 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറും അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്ലൂ, വയലറ്റ്, സിൽവർ എന്നിങ്ങനെ 4 കളർ വേരിയൻസിലാണ് ഇപ്പോൾ ഈ ഒരു ഡിവൈസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ചൈനയിൽ ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് 8GB 128GB വേരിയൻ്റ് ഏകദേശം വരുന്നത് 2400 യുവാനാണ്. ഏകദേശം 27,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഏകദേശം 32,000 രൂപയാണ് വരുന്നത്. ഈ ഒരു ഡിവൈസിൽ എന്തായാലും LPDDR4X റാം ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.